നമസ്കാരം. രാജ്യസഭാ സീറ്റിലുള്ള കലഹം അവസാനിക്കുന്നില്ല. CPM കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൻ്റെ മുന്നിൽ കീഴടങ്ങുകയായിരുന്നു. എന്തായാലും CPIക്കും കേരള കോൺഗ്രസിനും നൽകി വിവാദങ്ങൾ അവസാനിപ്പിക്കാൻ CPM നടത്തിയ ശ്രമങ്ങൾ പാർട്ടിക്കും മുന്നണിക്കും ഇപ്പോൾ കൂടുതൽ തലവേദനയായിരിക്കുകയാണ്. രാജ്യസഭാ സീറ്റ് ആവശ്യപ്പെട്ട് നിരാശരാകേണ്ടി വന്ന RJD കടുത്ത എതിർപ്പുമായി രംഗത്തെത്തിയതാണ് പ്രശ്നം വീണ്ടും സജീവ ചർച്ചയായിരിക്കുന്നത്. വിഷയത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്തിയ RJD സംസ്ഥാന പ്രസിഡന്റ് MV ശ്രേയാംസ് കുമാർ ഇന്ന് നടത്തിയ പത്രസമ്മേളനത്തിൽ വരും ദിവസങ്ങളിൽ ഏറെ ചർച്ചയാകുന്ന ഒരു രാഷ്ട്രീയ വിവാദമാണ് ഉയർത്തിയിരിക്കുന്നത്. രാജ്യസഭാ സീറ്റ് നിഷേധിക്കപ്പെട്ട സാഹചര്യത്തിൽ തങ്ങൾക്ക് മന്ത്രിസ്ഥാനം വേണമെന്ന് ശ്രേയാംസ് കുമാർ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ അതിനൊപ്പം JDSന് മന്ത്രിസഭയിലും മുന്നണിയിലും നൽകുന്ന പരിഗണന സംബന്ധിച്ച് ശ്രേയാംസ് ഉയർത്തിയ ആരോപണങ്ങൾ ഒരേ സമയം CPMനും JDSനും തലവേദനയുമായിരിക്കുകയാണ്. മൂന്നാം നരേന്ദ്രമോദി സർക്കാരിൽ അംഗമായിട്ടുള്ള JDSന് എന്തിനാണ് കേരളത്തിൽ ഇടത് സർക്കാരിൽ പ്രാമുഖ്യം നൽകുന്നതെന്നാണ് ശ്രേയാംസ് കുമാർ ചോദിച്ചത്. കേരളത്തിൽ LDFനൊപ്പവും കേന്ദ്രത്തിൽ NDA മന്ത്രിയുള്ള ഒരു പാർട്ടി ഇടതുമുന്നണിയിലുണ്ട്. അതിലാർക്കും ഒരു പ്രശ്നവുമില്ല. കേന്ദ്രമന്ത്രിയായി HD കുമാരസ്വാമി സത്യപ്രതിജ്ഞ ചെയ്തു. ഇവിടെ അതേ ചിഹ്നവും പേരും കൊടിയും ഉപയോഗിക്കുന്നു. ഇവിടുത്തെ JDS NDAയുടെ ഭാഗമാണെന്നല്ല പറഞ്ഞത്. പക്ഷേ സാങ്കേതികമായി അവർ ആ പാർട്ടിയുടെ ഭാഗമാണ്. അവരുടെ നേതാവാണ് കേന്ദ്രത്തിൽ NDA സർക്കാരിൽ മന്ത്രിയായിട്ടുള്ളത്. JDSന് 70ഓളം സ്ഥാനങ്ങൾ നൽകി. ഞങ്ങൾക്ക് അർഹമായതുപോലും നൽകുന്നില്ല എന്നാണ് ശ്രേയാംസ് കുമാർ പറയുന്നത്. ജനതാദൾ S JDS നേതാവ് HD കുമാരസ്വാമി മോദി മന്ത്രിസഭയിൽ അംഗമായതോടെ ആ പാർട്ടിയുടെ കേരള ഘടകം LDFൽ തുടരുന്നതിലെ വൈരുദ്ധ്യം വീണ്ടും ചർച്ചയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് ശ്രേയാംസ് കുമാർ. ഒരേ സമയം നരേന്ദ്രമോദി മന്ത്രിസഭയിലും പിണറായി വിജയൻ മന്ത്രിസഭയിലും ഒരു പാർട്ടി തുടരുന്നത് JDSന് മാത്രമല്ല CPMനെയും വെട്ടിലാക്കിയിരിക്കുകയാണ്. ഗൗഡബന്ധം വിച്ഛേദിച്ചുവെന്നാണ് കേരള നേതൃത്വം പറയുന്നതെങ്കിലും സാങ്കേതികമായി ഇപ്പോഴും ദേവഗൌഡ അധ്യക്ഷനായ പാർട്ടിയുടെ കേരള ഘടകം തന്നെയാണ് ഇവിടെയുള്ളത്. ദേവഗൌഡയുടെ കൊച്ചുമകൻ പ്രജ്വൽ രേവണ്ണ ലൈംഗിക അതിക്രമ കേസുകളിൽ കൂടി പെട്ടതോടെ കേരളത്തിലെ നേതാക്കൾക്ക് തലയുയർത്തി നടക്കാൻ പറ്റാത്ത സ്ഥിതിയാണ്. കേന്ദ്ര നേതൃത്വത്തിൻ്റെ BJP ബന്ധത്തിൽ അതൃപ്തിയുണ്ടെങ്കിലും ഉറച്ച നിലപാട് സ്വീകരിക്കാൻ ഇതുവരെ സംസ്ഥാന ഘടകത്തിന് കഴിഞ്ഞിട്ടില്ല. ഇതിൻ്റെ പേരിൽ CK നാണുവും A നീലലോഹിതദാസും പാർട്ടി വിടുകയും ചെയ്തു. കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അയോഗ്യതാ ഭീഷണി ഭയന്നാണ് മന്ത്രി കൃഷ്ണൻകുട്ടിയും സംസ്ഥാന പ്രസിഡന്റ് മാത്യു T തോമസും അന്തിമ തീരുമാനമെടുക്കാത്തതെന്ന വിമർശനവും ഉയരുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം തീരുമാനമെടുക്കുമെന്നാണ് സംസ്ഥാന നേതൃത്വം പറഞ്ഞിരുന്നത്. എന്നാൽ JDS മോദി മന്ത്രിസഭയിൽ അംഗമാകുക കൂടി ചെയ്തതോടെ കൂടുതൽ വെട്ടിലായിരിക്കുകയാണ് സംസ്ഥാനത്തെ നേതാക്കൾ. ശ്രേയാംസ് കുമാർ ഇത് കൂടുതൽ ചർച്ചയാക്കുക കൂടി ചെയ്തതോടെ CPMനും മറുപടി പറയേണ്ടി വരും. നിയമസഭാ സമ്മേളനത്തിനിടെ UDF വിഷയം സഭയിൽ ഉയർത്തിയാൽ ഇടതുമുന്നണി കൂടുതൽ പ്രതിരോധത്തിലാകും. ഒരു ഘട്ടത്തിൽ RJD JDS നീക്കങ്ങൾ സജീവമായെങ്കിലും BJP ബന്ധം തന്നെയാണ് വിഷയത്തിൽ കല്ലുകടിയായത്. പുതിയ പാർട്ടി പ്രഖ്യാപനമോ ജനാധിപത്യ സോഷ്യലിസ്റ്റ് സ്വഭാവമുള്ള ദേശീയ പാർട്ടിയുമായുള്ള ലയനമോ ആണ് JDS സംസ്ഥാന നേതൃത്വത്തിന് മുന്നിലുള്ള പോംവഴി. എന്നാൽ ഇത് സംബന്ധിച്ചൊന്നും തീരുമാനമായിട്ടില്ല. മുന്നണിയിലെ തന്നെ ഒരു പാർട്ടി വിഷയം വീണ്ടും സജീവ ചർച്ചയാക്കിയ സാഹചര്യത്തിൽ പ്രശ്നപരിഹാരം ഉടൻ ഉണ്ടാകണമെന്ന് CPM എന്തായാലും കടും പിടുത്തം പിടിക്കുമെന്നുള്ളത് ഉറപ്പാണ്.